അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിക്കുകയാണെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടത്. അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ള കമൻറ്റ് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടത് ആ കമൻറ്റ് വേണ്ട കേട്ടോ എന്ന്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. എല്ലാവർക്കും നമസ്കാരം. അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾ അടുത്തയാളെ വിളിക്കുകയാണെങ്കിൽ അത് വിളിച്ചാൽ മതി. നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവതാരികയോട് പറഞ്ഞതാണിത്. മുഖ്യമന്ത്രി ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി കഴിഞ്ഞതിന് ശേഷം നല്ല ഉദ്ഘാടന പ്രസംഗം എന്ന് ഒരു കമൻറ്റ് പറഞ്ഞു. ആ കമൻറ്റ് പറഞ്ഞതിന് ശേഷം അടുത്ത ആളിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പോകുന്ന സമയത്താണ് ആ ഡയസ് വിട്ട് പോകാതിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ വളരെ ക്ഷുഭിതനായിട്ട് സംസാരിച്ചത്. ഇത് ഒരു വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതെന്നല്ല, ഇതൊരു കുറ്റമേ അല്ല. നമ്മുടെ നാട്ടിൽ സ്റ്റേജ് പരിപാടികൾ ആങ്കർ ചെയ്തിരിക്കുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരാളിൻ്റെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. അല്ലാതെ അവരെ അക്നോളജ് ചെയ്യാതെ പൊതുവെ അടുത്ത പരിപാടികളിലേക്ക് പോകാറില്ല. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് എന്താണോ അത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി അനാവശ്യമായിട്ട് ഒരു ധാർഷ്ട്യം കാണിക്കുകയും ആ സ്ത്രീയോട് അനാവശ്യമായി കയർക്കുകയുമാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ പണ്ടുകാലത്ത് അടിയാളന്മാരോട് മേലാളന്മാർ കാട്ടിയിരുന്ന രീതി എന്താണ് എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത്. എതിർക്കുകയില്ല എന്നുറപ്പുള്ള സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ധാർഷ്ട്യം ഉപയോഗിക്കുകയാണ്. അതായത് ഈ സ്ത്രീ അവിടെ യാതൊരു രീതിയിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ എന്തായാലും മുഖ്യമന്ത്രിക്കുണ്ടാകും. നേരെ മറിച്ച് ഈ പരിപാടി നടക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്ന് കരുതുക. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അപ്പോൾ തന്നെക്കാൾ കുറഞ്ഞ ഒരാൾ എന്നുള്ള ഒരു ബോധ്യമുള്ളപ്പോഴും അയാൾ ഒരു തരത്തിലും നമുക്കെതിരെ സംസാരിക്കുകയില്ല എന്നുള്ള ബോധ്യമുള്ളപ്പോഴുമാണ് ഈ രീതിയിലുള്ള ധാർഷ്ട്യം സാധാരണയായി ആൾക്കാർ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ചടങ്ങ് ആങ്കർ ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അവർ ചെയ്തിരുന്നത് അവരുടെ ജോലിയാണ്. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ള കമൻറ്റ് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടത് ആ കമൻറ്റ് വേണ്ട കേട്ടോ എന്ന്. മുഖ്യമന്ത്രി ഇവിടെ ചെയ്യാനുള്ളത് അദ്ദേഹം ഭരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക. അദ്ദേഹം ഒരു MLA ആണെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക. പാർട്ടി എന്ത് ജോലിയാണോ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യുക. ഒരു ചടങ്ങിൽ ഉദ്ഘാടകനായി പ്രസംഗത്തിന് വരികയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള പല ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റേതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എല്ലാം ഉണ്ടാകും. അത് അവർ കൃത്യമായിട്ട് ചെയ്യും. അതിൽ മാർക്കിടാനായിട്ട് മുഖ്യമന്ത്രി ശ്രമിക്കണമെന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ രീതിയിലുള്ള പ്രതികരണം നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. മുൻപ് പല ഉദ്ഘാടന ചടങ്ങുകളിലും അദ്ദേഹം സമാനമായ രീതിയിൽ സംസാരിക്കുകയും വേദി വിട്ട് ക്ഷുഭിതനായി ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് എണീറ്റ് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, അതും ഒരു പൊതു ചടങ്ങിൽ വെച്ച് തീരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. കേരളത്തിന് മൊത്തത്തിലൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനെ കൂടി പ്രതിനിധാനം ചെയ്യുന്നയാളാണ് താൻ എന്നുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും മറ്റു പൊതുപ്രവർത്തകർക്കും എല്ലാം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മളിതൊക്കെ ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള നടപടികളൊന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാറില്ല. അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിക്കുകയാണെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടത് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മതി എന്ന്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കും എന്ന് വെറുതെയെങ്കിലും ആശിക്കാനുള്ള അവകാശമെങ്കിലും നമുക്കുണ്ട്. അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.